പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പുതിയ ചിത്രത്തിലെ യുവനടിയാണ്. ഇവിടയിൽ വെച്ചാണ് പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പുതിയ ചിത്രത്തിലെ യുവനടിയാണ് ഈ പരാതിക്കാരി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ തൊടുപുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ അവിടെ എത്തും. അതിനുശേഷം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. ഇപ്പോഴും രഞ്ജിത്ത് ഉള്ളത് എന്ന് പറഞ്ഞ സബ് ജയിലിലാണ്. അപ്പോൾ രഞ്ജിത്തിനെ പറ്റിയിട്ട് ഇപ്പോഴും പുറത്തു വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേരിനി പുറത്തേക്ക് വരും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളി നടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറഞ്ഞത് സത്യം തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ചെയ്തൊന്നും അല്ല, ഉള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടി തന്നെ പരാതി കൊടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എത്രമാത്രം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹി കെട്ടിട്ടായിരിക്കൂലേ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുത്തിട്ടുണ്ടാവുക. ഇദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നതാണ്, ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അവർക്ക് പോലും സ്വൈര്യം കൊടുക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുക? എത്രമാത്രം നടികളെ ഇദ്ദേഹം ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും. ഒരാൾ പോലും ഇത് പുറത്തു പറയാൻ തയ്യാറല്ല. കാരണം എന്താ വെച്ചാൽ അവരെയൊക്കെ നശിപ്പിച്ച് കളയും. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരുമായിട്ടൊക്കെ നല്ല പിടിപാടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എതിരെ ഒരാൾ പോലും സംസാരിക്കത്തില്ല. മലയാളത്തിലുള്ള ഇപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ തന്നെ പറയുന്നത് കേട്ടില്ലേ, ഞങ്ങൾ ഇയാളെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന്. മാറ്റി നിർത്തുക എന്നാൽ പുറത്താക്കി എന്നല്ലേ പറയേണ്ടത്, പുറത്താക്കി എന്ന് പറയില്ല. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഒരു ആഭാസനാണെന്ന് ലോകത്തുള്ള ആൾക്കാർക്ക് തെച്ചു പറയാം. പക്ഷേ ഇതറിയാത്തത് ഇവിടെയുള്ള കുറച്ച് ബുദ്ധിജീവികൾക്ക് മാത്രമാണ്. ഇവിടെയുള്ള ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്നറിയാം. അതായത് എല്ലാം തീരുമാനിക്കട്ടെ, പിന്നീട് വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ, ഇത് മാത്രമാണ്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരാണെന്ന് ഇപ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് രഞ്ജിത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിനെ ഭയന്ന് ജീവിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു പക്ഷേ ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് ഒരു പിന്നെന്താ പറയുക രഹസ്യ പരാതി നൽകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ കിട്ടാനുണ്ട്. അതായത് ഒരുപാട് പേര് പരാതിയുമായിട്ട് വരും. അത്രത്തോളം എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് അതുപോലെ തന്നെ അടിമത്തത്തിന് സമാനമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇദ്ദേഹത്തിൻ്റെ സെറ്റിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന റൂള്, അതുപോലെ ഇദ്ദേഹം പറയുന്ന ഡ്രസ്സുകൾ, ഇദ്ദേഹം പറയുന്ന ഷോട്ടുകൾ, അതുപോലെയുള്ള വൃത്തികെട്ട ഷോട്ടുകൾ വരെ ഇദ്ദേഹം എടുപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടാൽ അറിയാം. നായികമാർ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുളിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അതായത് കുളത്തിലുള്ള ഒരു സീനങ്ങും വേണം. അതെന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിനിമക്കൊന്നും വേണ്ടിയിട്ടൊന്നല്ല. പക്ഷെ ഇവിടെയുള്ള ഒരാൾ പോലും അത് നോ പറയാനും തയ്യാറല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം. കാരണം ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ അഭിനയിക്കൂല എന്ന് പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വേണ്ടത് എന്താ, അഭിനയ അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അടിമപ്പെട്ട് നിൽക്കും. ചില ആൾക്കാർ പറയും എനിക്ക് കഴിയില്ല എന്ന് പറയും. ഇപ്പോൾ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ലീലിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സിനിമ, അത് എഴുതിയോനാണെങ്കിൽ അതിനപ്പുറത്താണ്. ഏതായാലും അത് സിനിമയാക്കിയിട്ട് എടുത്തപ്പോഴേ നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്രയും വൃത്തികെട്ട ഷോട്ടുകളും കാര്യങ്ങളും ഇല്ല സിനിമ. എന്നിട്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഉളുപ്പുമില്ലാതെ അത് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, സ്ത്രീകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപയോഗ വസ്തുവാണ്. അങ്ങനെ മാത്രം കാണുന്ന ഒരു ആഭാസൻ മാത്രമാണ് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കണ്ടിട്ടുണ്ടോ? അയാൾ ഫാമിലിയെ വരെ കാണിക്കത്തില്ല ഒരാളെയും. അയാൾ ആ ഫാമിലിയുമായിട്ടുള്ള ഒരു ഇതും കാണിക്കത്തില്ല. എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കുറുക്കനുണ്ട്. അതായത് ആ ഒരു 24 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും അടിച്ച് സിഗരറ്റും വലിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധതയുമായി എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ വയസ്സും പ്രായമൊന്നും കുഴപ്പമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല, വയസ്സും പ്രായവും വ്യത്യാസമില്ല. അങ്ങനെ ഒരു കാമക്കടുവ തന്നെയാണ് ഇദ്ദേഹം, ഒരു സംശയവുമില്ല. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവർക്കുണ്ടായ അനുഭവങ്ങൾ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചിലരും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചില പെണ്ണുങ്ങളും ഉണ്ട്. ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഉള്ളിന്ന് ഇതുപോലെ എന്താ പറയുക പെരുമാറുമ്പോൾ അവിടെ കാവലിൽ നിന്നിരിക്കുന്ന ഒരു വനിതയാണെന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തെ ഭയന്നിട്ട് ഒന്നിക്ക് ഭയന്നിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ആഭാസനെ ശരിക്കും ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് സംരക്ഷിക്കുകയായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഇയാളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മുന്നേ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെയുള്ള പല സംവിധായകർ, അതായത് മുതിർന്ന പല സംവിധായകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആഭാസന്മാർ തന്നെയാണ്. ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതിനു മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമ്മദ ഈ ഗർഷം എന്ന് പറയുന്ന സിനിമേൻ്റെയൊക്കെ നമ്മളെ ഈ പ്രവാസി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ കുഞ്ഞുമ്മദ്, അതുപോലെ തന്നെ കമല്, പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ആരെങ്കിലും വന്ന് നുണ പറയുന്നൊന്നല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ആരും നുണ പറയുന്നൊന്നും ആയിരിക്കില്ല. ചിലപ്പോഴേ സിനിമാക്കാർക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചിലപ്പോഴുണ്ടാകാം. ഇനിയത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടുന്ന് ചിലപ്പോഴേ ഒരു 90-2000 നായികമാർ ആരെങ്കിലും ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഒളിക്കേണ്ടിയിരുന്നേ ഞാൻ പറയുള്ളൂ. അതായത് 2000-ലും 90-ലൊക്കെ ഭയങ്കരമായിട്ടുള്ള നായികമാർ, ഇവരുടെയൊക്കെ പടത്തിൽ അഭിനയിച്ച നായികമാർ കൃത്യമായിട്ടും ഒരു ആത്മകഥ എഴുതി കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെയെങ്കിലും ഓടി ഒളിക്കേണ്ടി വരുന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വളരെ മോശകരമായിട്ടായിരിക്കും ഇവരൊക്കെ പെരുമാറിയിട്ടുണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ആൾക്കാരെ ഇനിയും തന്നെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഇവൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പഴയ എന്തോ ഒരു കൊണാണ്ടർ ആയിരുന്നു എന്നുള്ള തരത്തിൽ അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് അടിമയെ പോലെയാണ് ഇവൻ ഓരോ ആൾക്കാരെയും ഇവൻ്റെ സെറ്റിൽ ജോലി ചെയ്യിക്കുന്നത്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവനാണ്, എന്നിട്ട് വലിയ സ്ഥാനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഒരുപാട് വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാക്കുന്നവനാണ്, ഒരു തേങ്ങാക്കൊലിയല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്ര മോശമായിട്ട് എല്ലാവരോടും പെരുമാറുന്നൊരു വ്യക്തി. അപ്പോൾ ഒരുപാട് നടിമാരോട് ഇവൻ ഇതേപോലെ പെരുമാറിയിട്ടുണ്ടാകും. അതിൽ ബംഗാളി നടി പോലെയുള്ള, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം പരാതിപ്പെട്ടതും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യനുണ്ടായിരുന്നു പരാതിപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫെയിമാകാൻ വേണ്ടിയിട്ടില്ല. ആ ഒരു സമയത്തൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് പല നടിമാരെന്ന് പറഞ്ഞാൽ ഇവനെതിരെ ഇപ്പോഴും രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. കാരണം ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്രയും നരച്ചു മൂത്തിട്ടും ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. ഈ നരച്ചു മൂത്ത അവസ്ഥയിലും ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇയാളുടെ ചെറുപ്രായത്തിൽ ഇയാൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാകും, ഇയാൾ ആവുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തൊക്കെ തോന്നിയവാസങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറയാൻ മടിക്കുന്നത് ഇന്നത്തെ നാണക്കേട് കൊണ്ടാണ്. കാരണം ഇന്ന് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ ആഭാസത്തരങ്ങൾ തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ വലിയ മാന്യനായിട്ട് നടക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇവനെയൊക്കെ തിരിച്ചറിയണം നമ്മൾ. ഇങ്ങനെയുള്ള ആഭാസന്മാരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇനി ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇതുപോലെയുള്ള സംഭവം ഉണ്ടാകരുത്. സിനിമാ മേഖലയെ മൊത്തത്തിൽ പറയിക്കുന്ന ഇവനെ പോലെയുള്ള, ഇന്നലെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ആർജവം ഉണ്ടല്ലോ, അത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കാണാത്തതാണ്. പക്ഷേ അത് ഏതായാലും എന്ന് പറഞ്ഞാൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ രക്ഷപ്പെടാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവറ്റകളുടെ കൂടി പ്രതിയാക്കണം. കാരണം നമുക്കറിയാലോ സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ തന്നെയായിരിക്കും. ഇനി ആ നടീൻ്റെ കൂടെ ഒന്നും ആരും ഉണ്ടാവില്ല. നടീൻ്റെ കൂടെ ഒരു സ്ത്രീകളും നിൽക്കൂല. ഇപ്പം നടീൻ്റെ കൂടെ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായി വർത്താനം പറയുന്ന ആളല്ലേ, അവർ വരെ നിൽക്കൂല. കാരണം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിജയ് ബാബുവിനെതിരെ പരാതി പറഞ്ഞാൽ നടിക്ക് ഇപ്പോൾ ഒരു ചാൻസ് പോലും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവും പവറും ഉള്ളതുകൊണ്ട് എടുക്കാൻ മാത്രമേ നിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈ നടീൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ ഒന്നും നിൽക്കൂല. ഇവരുടെയൊക്കെ ഈ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ആവാസന്മാരെ കൃത്യമായിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയേ മതിയാവൂ. അപ്പോൾ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സിനിമാ മേഖലയെ മൊത്തത്തിൽ നാണം കെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന അയാളുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും. കാരണം ഇവനെയൊക്കെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞല്ലോ. തുറന്നു കാണിക്കാൻ ആ ഒരു നടി എടുത്തിരിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ്. ഒരാളും അങ്ങനെ എടുക്കത്തില്ല. കാരണം എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഫെയിമും സിനിമയും ഇതൊക്കെയാണ്. അപ്പോഴാണ് ആ നടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ രക്ഷപ്പെടാൻ അനുവദിച്ചത്, ഇവൻ രക്ഷപ്പെടാൻ നോക്കിയത് ബോബി കുര്യൻ അങ്ങനെയായിട്ട് പറഞ്ഞിട്ട് നമ്മളെ പണിയിലുള്ള ഒരാളുണ്ടല്ലോ, അയാളൊരു നടൻ്റെ കാറിലാണ് അയാളും കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നേരാണോ ഒന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അവനാണ് ഇവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷെ അയാൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ കേട്ടാ. അതായത് ബോബി കുര്യൻ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും സിനിമ നടക്കുന്നുണ്ട്. ഇയാളുടെ ഒരു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമയിലുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു നടിയോടാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. ഏതായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എത്ര വലിയ കൊണാൻഡറായി കഴിഞ്ഞാലും ഇനി ഇവൻ ഈ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞിട്ടും അതുപോലെ തന്നെ സിനിമേൻ്റെ കൊണാൻഡറാന്ന് പറഞ്ഞിട്ടോ ഇവൻ ഇനി ഇവിടെ ഒരു തോന്നിവാസം കാണിക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന ചില മാന്യന്മാരെയൊന്നും കാണുന്നില്ലല്ലോ. സകല കാര്യത്തിനും പ്രതികരിക്കുന്ന ചില മാന്യന്മാരുണ്ട്. എന്താണെന്നറിയാം, അതായത്
ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള തരത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവനവൻ്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ വലിയ ബന്ധവും സ്നേഹവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിന്റെ കാര്യം വരുമ്പം പിന്നെ പ്രതികരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. നന്ദി, നമസ്കാരം. ഇതങ്ങനെ നമുക്ക് ഇല്ലാണ്ടായിക്കൂടാ. ഈ വീഡിയോ വരണം, എല്ലാം നമ്മൾ തുറന്നു കാണിക്കും. ഒരുപാട് നടികൾക്ക് പറയാനുണ്ട്, ഒരുപാട് പേർക്ക്, അതായത് അമ്മവേഷങ്ങളിൽ അഭിനയിക്കുന്നവർക്ക് വരെ പറയാനുണ്ടാകും. ഇവന്റെ സിനിമയിൽ അഭിനയിച്ച സകല ആൾക്കാർക്കും എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഇവൻ ആവുന്ന കാലത്ത് എന്ന് പറയുന്നത് ഇവൻ അതിൻ്റെ രാജാവായിരിക്കുവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാം പുറത്തു കൊണ്ടുവരികയാണ്. ഇവ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ, പണ്ട് കാലത്ത് ആരോടൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ആരോടൊക്കെ ഇവൻ ഇത് ചെയ്തിട്ടുണ്ട്, ആരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു കൊണ്ടുവരണം. കാരണം ഇനി ഇവനെ അങ്ങനെ എന്താ പറയേണ്ടത്, ഇനി ഒരുമാതിരി എന്താ പറയേണ്ടത്, വലിയ ആളായിട്ട് വെച്ചുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ സംരക്ഷിക്കാനും ആളുണ്ടാവും. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പണം ഉണ്ടല്ലോ, പണത്തിന് ഹുങ്കല്ലേ. ഇപ്പോഴും പറയുന്നത് എന്താ അറിയാം, എനിക്ക് ഹൃദ്രോഗമാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേതാണ്, ഒരസുഖവും ഇല്ല. ഇവനൊന്നും ഒരസുഖമില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ നോക്കുന്നത്. ഇപ്പോഴും പറയും എനിക്ക് കീഴ്പ്പെടുത്താൻ എന്ന് പറയില്ല. എന്തിനെ കീഴ്പ്പെടുത്തുന്നത്? ഒരാളെ മാനസികപരമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് ശക്തിയൊന്നും വേണ്ട, വർത്താനം മാത്രം മതി. അങ്ങനെയുള്ള ഒരുത്തനാണ് ഇവൻ, ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ. അവനെ പൂട്ടിയത് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രക്ഷപ്പെടും. കുറേ കുടുംബങ്ങളെ ചിലപ്പോൾ ഇവൻ നശിപ്പിച്ചിട്ടുണ്ടാവും, ഒരുപാട് കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ആഭാസന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടകാരികളാണ്. ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ച്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരും പറഞ്ഞ് കടിച്ചു തൂങ്ങുന്ന ഇവനെ പോലെയുള്ള ആൾക്കാർ ഒരു കാരണവശാലും വെറുതെ വിടരുത്. വെറുതെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും മറ്റേവർക്കും എല്ലാവർക്കും അപകടം തന്നെയാണ്.